ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടല്ലോ. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇരിക്കുക, കസേരയുടെ അടുത്ത് നിന്ന് ഇത് NSSൻ്റെ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ രക്ഷിക്കണം എന്ന് തിണ്ണയിരുന്ന് നിറങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതേ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിലിപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡിങ് വാക്ക് തിണ്ണ നിരങ്ങുക എന്ന വാക്കാണ്. രാഷ്ട്രീയത്തിൽ തിണ്ണ നിരങ്ങുക എന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ പറയുമായിരുന്നു കേട്ടോ. ആരാൻ്റെ തിണ്ണ നിരങ്ങാൻ പോവാതെ മര്യാദയ്ക്കിരുന്ന് പഠിക്കടാ എന്ന് എന്നോട് പറയുമായിരുന്നു. കാരണം കളിച്ച് നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അടുത്ത വീടുകളിലൊക്കെ നമ്മുടെ സമപ്രായക്കാരായ കുട്ടികളുണ്ടാവുമല്ലോ, അവരുടെ കൂടെ കളിക്കാൻ പോകുന്നതിന് അമ്മ പ്രയോഗിക്കുന്നതാണ് ആരൻ്റെ തിണ്ണ നിരങ്ങാൻ പോകരുത് എന്ന്. അപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് ഈ തിണ്ണ നിരങ്ങുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായി ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ അങ്ങനെ സമയം ചെലവഴിച്ച് അവരുടെ ആ പ്രീതി സമ്പാദിക്കാൻ നടത്തുന്ന ചില പ്രയോഗങ്ങളായിരിക്കും. അതിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അത് ഒരു ട്രെൻഡിങ് ആണ്, ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണ്. ഇനിയിപ്പോൾ ഈ 2-3 മാസം മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പലതും നമ്മൾ കാണേണ്ടി വരും. അതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ചെന്നൈയിൽ നിന്നുള്ള NS ജനറൽ സെക്രട്ടറിയുടെ സുകുമാരൻ നായരാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാറ് 4 വർഷം മുമ്പ് ഒരു 1.5 മണിക്കൂർ അവിടുത്തെ ഈ തിണ്ണയിൽ എന്ന് പറഞ്ഞ് പുള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് നിരങ്ങിയ കഥ പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചില്ല. കാരണം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവേശഭരിതമായി നമ്മളോട് കേരളീയരോട് പറയുന്നത് കേൾക്കുന്നത് ഒരു വർഗീയതയായിട്ടും ഒരു സമരസപ്പെടലുമില്ല. ഒരു സമുദായ നേതാക്കളോ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ കക്ഷികളുടെയോ പിന്നാലെ പോകുന്ന പരിപാടിയില്ല എന്ന് മാത്രമല്ല പിന്നോട്ട് തിരിഞ്ഞോടുക പോലുമില്ല. അങ്ങനെ പിന്നിൽ നിന്ന് കുത്തേറ്റ് വീണാൽ പോലും മരിച്ചാൽ പോലും വീരാളിപ്പെട്ട് പുതച്ച് കിടക്കും എന്നൊക്കെ ആവേശത്തോടു കൂടെ പറയുമ്പോൾ നമ്മുടെയൊക്കെ എന്താ പറയേണ്ടത്, നമ്മളൊക്കെ രോമാഞ്ചപുഞ്ചിതരായി പോകില്ലേ, നമ്മളങ്ങ് പുളകിതരായി പോകും. അങ്ങനെയുള്ള ഒരാൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പെരുന്നയിലെ തിണ്ണയിൽ 1.5 മണിക്കൂർ നിരങ്ങി എന്ന് പറയുമ്പോൾ, തിണ്ണ നിരങ്ങി എന്ന് പറയുമ്പോൾ അത് സത്യമായിരിക്കില്ല. അത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു കുശുമ്പാണ്. കാരണം എനിക്ക് സതീശനും ആ വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞു ഇത് നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്, അവിടുത്തെ പറവൂരിലെ NSSൻ്റെ അവിടുത്തെ ലോക്കലായിട്ടുള്ള നേതാവിനെ വിളിച്ച് എല്ലാ സഹായം കൊടുക്കണം പറഞ്ഞു. സതീശൻ്റെ കൂടെ എല്ലാ വീടും കയറി ഇറങ്ങി വോട്ടെല്ലാം പിടിച്ചു കൊടുത്താണ് ഈ സതീശൻ പ്രതിപക്ഷ നേതാവായത് എന്നാണ് സുകുമാരൻ നായർ സാർ പറഞ്ഞു വയ്ക്കുന്നത്. അത് ശരിയായിരിക്കില്ല. കാരണം സതീശൻ നിയമനെ പോലെയുള്ള ഇത്ര വീരപുത്രൻ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെയും ഒരു ജാതിമത കോമരങ്ങൾക്കെതിരെയും, കാരണം കോൺഗ്രസിൻ്റെ ഒരു ആദർശം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ല പറയുന്നത് എന്നാണ് പറയുന്നത്. കാരണം അതിന് പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പേരിന് മാത്രമാണ്. എല്ലാം ഒരൊറ്റ ചരടിൽ കടിഞ്ഞാൺ വഹിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് എന്ന് ആണ് സുകുമാരൻ നായർ പറഞ്ഞത്. ചെറിയൊരു സംശയം നമുക്കുമില്ലാതില്ല കേട്ടോ. കാരണം ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് ഒരു ഡമ്മി കഥാപാത്രം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവരൊന്നും ഒരു അഭിപ്രായം പറയില്ല. അവരോടൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വഴിമാറി നടക്കും. നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ ആൾക്കാർ മറന്നേ പോയി. കാരണം പുള്ളി മാക്സിമം നോക്കുന്നുണ്ട് പത്രക്കാരെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാനായിട്ട്, ക്ലച്ച് പിടിക്കുന്നില്ല. പിന്നെ സണ്ണി സാറാണ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. സുധാകരൻ സാറാണെങ്കിൽ ചില വിഡിത്തങ്ങളെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റുമായിരുന്നു. ഇത് അതിനും കഴിയുന്നില്ലെന്നാണ് ചില അസൂയാലുക്കൾ പറയുന്നത്. എന്തായാലും ഇത് സത്യമാണോ എന്ന് സതീശൻ സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം. അങ്ങനെ നിങ്ങൾ പോയിട്ട് ഈ NSSൻ്റെ തിണ്ണ നിരങ്ങിയിരുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കാം. അല്ല പ്രതിപക്ഷ നേതാവേ സതീശൻ സാറ് ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പെരുന്നയിലെ തിണ്ണ നിരങ്ങാൻ പോയിരുന്നു സാറിന് ജയിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഒരു പ്രാവശ്യമല്ലല്ലോ, പല പ്രാവശ്യം ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട്. ഞാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ കണിച്ചുകുളങ്ങരയുള്ള വസതിയിൽ പോയിട്ടുണ്ട്. ഞാൻ മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോകാറുണ്ട്, ഇപ്പോഴും പോകാറുണ്ട്, നേരത്തെയും പോകാറുണ്ട്. അതിലെന്താ, രാഷ്ട്രീയ നേതാക്കൾ കാണണ്ടേ, അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തണ്ടേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്
ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് അഭ്യർത്ഥിച്ചനുസരിച്ചിട്ടാണ് ഞാൻ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടത്. അതിനെന്താ കുഴപ്പം? കാരണം അതിനുശേഷം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഞാൻ KC വേണുഗോപാൽ കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. ഓ, മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ സത്യമാണ്, സുകുമാരൻ നായർ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. ആ തിണ്ണ സതീശൻ സാറ് നിരങ്ങിയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് റെക്കമെൻഡ് ചെയ്തിട്ടാണ്, പോയി കണ്ടോളൂ. ആരേ? ഉമ്മൻചാണ്ടി സാറും നമ്മുടെ രമേശ് ചെന്നിത്തല സാറും പ്രത്യേകം പറഞ്ഞയച്ചു, സതീശൻ സാറേ നേരെ വിട്ടോളൂ, അങ്ങോട്ട് വരുന്നതിലേക്ക് പോയിക്കോളൂ, അല്ലെങ്കിൽ കാര്യങ്ങൾ അപകടമാണെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ പോയി കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ സമുദായ നേതാക്കളെ അങ്ങോട്ട് പോയി കണ്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞ് വിജയശ്രീലാളിതനായപ്പോൾ അതിൻ്റെ നന്ദി പ്രകാശനത്തിനായി വീണ്ടും KC വേണുഗോപാൽ സാറിൻ്റെ കൂടെ അവിടെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ സമ്മതിച്ചു, കാര്യം ശരി തന്നെ. അപ്പോൾ സുകുമാരൻ നായർ സാറ് പറഞ്ഞത് വാസ്തവമാണ്. അല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ് സതീശൻ സാറേ, ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ സാമുദായിക നേതാക്കളുടെ ആസ്ഥാനങ്ങളിൽ പോയി അവരുടെ കാല പിടിച്ച് ഞങ്ങളെ ജയിപ്പിക്കണേ, ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ സഹായിക്കണേ എന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? അതാണോ നിങ്ങളുടെ രാഷ്ട്രീയ ചുമതലകൾ? സാറിൻ്റെ ഏത് പാർട്ടിയോട്ടെ, കോൺഗ്രസിൻ്റെ ആദർശം അതാണോ അല്ലേ എന്നൊക്കെ സാറ് തന്നെ പറയണം. സാറ് ഈ വലിയ ആവേശത്തിൽ പല പ്രസംഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടുമല്ലോ. കാന്തപുരത്തിൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ്. ഏത് വർഗീയവാദികളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒരു വിധത്തിലും മതേതരത്തിന് പോറലേൽപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ആവേശം ഞങ്ങൾ കേട്ടു. ഇപ്പം ഇവിടെ പോയി നിരങ്ങിയ കഥ സുകുമാരൻ നായർ സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതും കേട്ടു. എന്താ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഉദ്ദേശം എന്താണ്? സത്യത്തിൽ എന്താ ഉദ്ദേശം? സമൂഹത്തിൽ നന്മ ചെയ്യുക, ജനങ്ങളുടെ ആവശ്യങ്ങളോട് അവരുടെ സാമൂഹിക ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക, അതിന് പദ്ധതികൾ ഉണ്ടാക്കുക, അതിന് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ പറയുക, പാർട്ടിയുടെ പരിപാടികൾ പറയുക, ഇതാണല്ലോ ആവശ്യം. സമുദായ നേതാക്കൾ എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. സമുദായത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിങ്ങളെ കണ്ട് നിങ്ങളോട് വന്ന് ഭരണത്തിലിരിക്കുന്നവരോടോ പ്രതിപക്ഷത്തിരിക്കുന്നവരോടോ അവരുടെ ആവശ്യങ്ങൾ നിങ്ങളോട് വന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മഹിമ കിട്ടുക. നിങ്ങൾ അവരുടെ തിണ്ണ നിരങ്ങാൻ പോയാൽ ഇനിയും നമ്മൾ ഇതുപോലെ പല തിണ്ണ നിരങ്ങലിൻ്റെ കഥകൾ കേരളം കേൾക്കാനിരിക്കും. അടുത്ത 3 മാസം എല്ലാ തിണ്ണകളും, അത് കണിച്ചിക്കുളങ്ങരയായാലും ശരി, പെരുന്നയായാലും ശരി, മറ്റ് സമുദായ നേതാക്കളുടെ തിണ്ണകളായാലും ശരി, അതിന് എവിടേക്കുണ്ടോ തിണ്ണകൾ, അവിടുത്തെ തിണ്ണകളൊക്കെ നിങ്ങൾ നിരങ്ങുമെന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർക്ക് നന്നായി അറിയാം. അതിൽ ആരാണ് കൂടുതൽ നിരങ്ങുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും കേരളത്തിൻ്റെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്നുള്ളത് ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യമായി. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.